ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോജിസ്റ്റechworld. ഇന്നത്തെ നമ്മുടെ വിഷയം ജിപ്സത്തെ പറ്റിയാണ്. ജിപ്സത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പോൾ ജിപ്സം കൊണ്ട് നമ്മൾ രണ്ട് പ്രോഡക്റ്റ് നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ചെയ്യുന്നുണ്ട്. അത് ഒരു ഭിത്തി പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് POP പ്ലാസ്റ്ററിംഗ് ആണ്, രണ്ട് ജിപ്സം പ്ലാസ്റ്ററിംഗ് തന്നെയാണ്. സോ ഇതിൻ്റെ ഒരു കെമിക്കൽ ഫോമുല നമുക്കറിയാം, CaSO4 2H2 എന്നാണ്. സോ ഇതെങ്ങനെയാണ് ഈ ജിപ്സം നമ്മൾ ഉണ്ടാക്കുന്നത്? ജിപ്സം ഉണ്ടാക്കുകയല്ല, ജിപ്സം നമ്മൾ മൈൻഡ് ചെയ്തെടുക്കുകയാണ്. ഈ ജിപ്സം പ്ലാസ്റ്റർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് POP എന്നുള്ള സാധനം ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത് ശരിക്കും ഈ ജിപ്സം ഒരു സ്റ്റോണാണ്. ഈ സ്റ്റോൺ ശരിക്കും ഖനനം ചെയ്തെടുക്കാറ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ ജിപ്സം കിട്ടുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ ബിക്കാനർ എന്ന സ്ഥലത്താണ് കിട്ടുന്നത്. സോ അവിടെ നിന്നാണ് അധികം ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും മൈൻ സെൻറ്റേഴ്സൊക്കെ അവിടെയാണ്. അവിടെ നിന്നാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ജിപ്സൊക്കെ വരുന്നത് ബിക്കാനർ, രാജസ്ഥാനിലെ ബിക്കാനർ എന്നാണ്. പിന്നെ ഹനുമാൻഗഡ് എന്ന് പറഞ്ഞ വേറെ സ്ഥലമുണ്ട്, പിന്നെ സർദാർ ഷാർ എന്ന് പറഞ്ഞ വേറെ സ്ഥലമുണ്ട്. അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് എന്തായാലും ബിക്കാനർ തന്നെയാണ്. സോ നമുക്ക് ഈ ബിക്കാനറിൽ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഈ ബിക്കാനറിൽ നമ്മൾ എങ്ങനെയാണ് ജിപ്സം പ്ലാസ്റ്റർ അല്ലെങ്കിൽ POP ഒക്കെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ഇവർ ഈ മൈൻ ഉള്ള സ്ഥലത്ത് പോയിട്ട് കുഴിച്ചെടുക്കുന്നു. ജിപ്സത്തിൻ്റെ വലിയ സ്റ്റോണായിട്ടാണ് വരുന്നത്, വെളുത്തിരിക്കും. ഈ സ്റ്റോൺ എടുത്തിട്ട് കുറച്ച് നേരം ഡ്രൈ ചെയ്യാൻ വയ്ക്കും, ഉണക്കാൻ വയ്ക്കും. അതായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അറ്റ്മോസ്ഫിയറിൻ്റെ മോയ്സ്ചർ കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ചെയ്യാൻ വയ്ക്കും. അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഗ്രൈൻഡിങ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രൈൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ സ്റ്റോണിനെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി അങ്ങ് മാറ്റും, കട്ട് ചെയ്യും. അപ്പോൾ ചെറിയൊരു പീസാണ്. അപ്പോഴും ആ കട്ട് ചെയ്യണ സ്ഥലം വരെ അത് ജിപ്സം സ്റ്റോൺ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് കാൽസിനേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. ആ കാൽസിനേഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫർണസിലിടാണ്. ഈ ചെറിയ ചെറിയ സ്റ്റോൺസ് ഫർണസിലേക്ക് ഇടും. അതൊരു 150 തൊട്ട് 170 ഡിഗ്രി സെൽഷ്യസ് വരെ അങ്ങ് ചൂടാക്കുകയാണ്. ചൂടാക്കുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ CA2SO4 2H2 എന്നുള്ളത് CA2SO4 half H2O എന്നുള്ള രീതിയിൽ മാറും. ആ ഒരു പ്രോസസ്സിലൂടെ ഇതിന് കെമിക്കൽ ഫോമിൽ തന്നെ മാറും. നമുക്ക് ഈ പറഞ്ഞ പോലെ CaSO4 2H2 എന്നുള്ളത് CaSO4 half H2O എന്നുള്ള ഫോമിലേക്ക് മാറും. അതായത് അതിന് കുറച്ച് വെള്ളം അങ്ങ് പോകും, കാരണം ഫർണസിലിട്ട് കത്തിക്കുകയാണല്ലോ. ചൂടാക്കുമ്പോൾ അത്രയും കുറച്ച് വാട്ടർ കണ്ടന്റ് അങ്ങ് മാറും. അങ്ങനെ വരുന്ന ആ ഒരു പ്രോഡക്റ്റാണ് POP അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. ആ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പിന്നെ ഫൈനായിട്ട് പൊടിക്കും, നല്ല ഫൈൻ പൗഡറായിട്ട് എടുക്കും. ഫൈനൽ ഗ്രൈൻഡിങ് ചെയ്തിട്ട് നന്നായിട്ട് പൗഡറായിട്ട് പൊടിച്ചെടുക്കും. ഈ പൗഡറാണ് ശരിക്കും നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് POP എന്ന് പറയുന്നത്. ഈ സാധനം നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതിന് പല ക്വാളിറ്റി ഉണ്ട്, പല പ്രോഡക്റ്റായിട്ടും വരാറുണ്ട്. അപ്പോൾ ഇനി ഈ POP എന്ന പ്ലാസ്റ്റർ എങ്ങനെ ജിപ്സം പ്ലാസ്റ്റർ ആണോ എന്ന് നോക്കുകയാണെങ്കിൽ, ഈ POPയിലേക്ക് നമ്മൾ അഗ്രിഗേറ്റ് ആഡ് ചെയ്യണം. 2 തരം അഗ്രിഗേറ്റ് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ ജിപ്സം പ്ലാസ്റ്റർ ആണെങ്കിൽ നമുക്ക് 2 അഗ്രിഗേറ്റ് ചെയ്താലും ജിപ്സം പ്ലാസ്റ്റർ തന്നെ കിട്ടും. ഫസ്റ്റ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർമിക്കുലേറ്റ് എന്ന് പറഞ്ഞൊരു അഗ്രിഗേറ്റ് ഉണ്ട്. അത് ആഡ് ചെയ്യുമ്പോഴും ജിപ്സം പ്ലാസ്റ്റർ ഉണ്ടാവും. ഇനി ഇല്ലെങ്കിൽ പെർലൈറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു കുറച്ചും കൂടെ പ്രീമിയം സാധനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അഗ്രിഗേറ്റ് ആണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാലും ജിപ്സം പ്ലാസ്റ്റർ തന്നെ ഉണ്ടാവും. ഈ പെർലൈറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് ജിപ്സം പ്ലാസ്റ്ററിന് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടുതലാണ്. ഇത് വെർമിക്കുലേറ്റ് ആഡ് ചെയ്യുന്നതിനേക്കാളുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിനിഷ് കുറച്ചും നല്ല ഫിനിഷ് ആയിരിക്കും പെർലൈറ്റിൻ്റെ. സോ അതിന് ഇത്തിരി ഒരു 15% തൊട്ട് 20% വരെ കൂടുതലുണ്ടാവും. ഏതാ വെർമിക്കുലേറ്റ് ആഡ് ചെയ്തതിനേക്കാളും വെർമിക്കുലേറ്റ് അഗ്രിഗേറ്റ് ആഡ് ചെയ്തതിനേക്കാളും ഒരു 10 to 15% ഇൻക്രീസ് ഇൻ പ്രൈസ് ഉണ്ടാവും പെർലൈറ്റിൻ്റെ. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ, ജിപ്സം ഒരു സ്റ്റോണായിരുന്നു, അതിനെ POP ആക്കിയത് എങ്ങനെയാണ്. അത് നമ്മൾ കാൽസിനേഷൻ പ്രോസസ് വഴി POP ആക്കുന്നു 150 to 170 ഡിഗ്രി സെൽഷ്യസ് വരെ. അത് കഴിഞ്ഞിട്ട് അതിനെ പൊടിക്കുന്നു, അതിൽ അഗ്രിഗേറ്റ് ആഡ് ചെയ്യുന്നു. അതിൽ വെർമിക്കുലേറ്റ് അഗ്രിഗേറ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പെർലൈറ്റ് ആഡ് ചെയ്യാം. അങ്ങനെ ജിപ്സം പ്ലാസ്റ്റർ ഉണ്ടാവും. ഓക്കെ, ഇനി ഈ ജിപ്സം പ്ലാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ നോക്കിയാൽ, ആപ്ലിക്കേഷൻ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ ഭിത്തിയിലേക്ക് പല സ്ഥലത്തും ഇങ്ങനെ നമുക്ക് ലെവലായിട്ട് കുറച്ച് ഭാഗങ്ങൾ വയ്ക്കും. ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തേച്ച് വയ്ക്കും. അത് ലെവലായിട്ട് ആണെന്ന് നോക്കും. ലെവലായി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇൻബിറ്റ്വീനുള്ള സ്ഥലത്ത് നമ്മൾ ചെറിയ സ്ലറി അടിച്ച് 2-3 പ്രാവശ്യം അടിക്കുമ്പോൾ ഒരേ ലെവലാക്കി അങ്ങനെ ഭിത്തി മുഴുവൻ ലെവലാക്കി കിട്ടും. ഫൈൻ ഫിനിഷായിട്ട് കിട്ടും. അങ്ങനെയാണ് ചെയ്യുക. ശരിക്കും നമ്മൾ മറ്റേ സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് അതും ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇത് ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തീരും. ഈ പറഞ്ഞ പോലെ 3 ദിവസം കൊണ്ട് നമുക്ക് പിന്നെ പ്രൈം അടിക്കാം. ജിപ്സം പ്ലാസ്റ്റർ ആണെങ്കിൽ സിമെൻറ്റ് ആണെങ്കിൽ ഒരു ക്യൂറിങ് കഴിയണം, വെള്ളം അടിക്കണം, പിന്നെ 7 ദിവസം കഴിഞ്ഞാലേ ആവുള്ളൂ. പിന്നെ ഇത് റഫ് സർഫസ് ആയാലും ഫൈൻ സർഫസ് ആയാലും ചുമ്മാ അടിക്കാം. ജിപ്സം പ്ലാസ്റ്റർ മറ്റേതാണെങ്കിൽ റഫ് സർഫസിൽ മാത്രമേ പിടിക്കുകയുള്ളൂ, ബോണ്ടിങ് വരില്ല. ജിപ്സം പ്ലാസ്റ്ററിന് ആ പ്രശ്നമൊന്നുമില്ല. പിന്നെ തെർമൽ കണ്ടക്ടിവിറ്റി ഇതിന് കുറവാണ്, അപ്പോൾ ആ റൂം കൂളായിരിക്കും. പിന്നെ ഫയർ റെസിസ്റ്റ് കുറേ കൂടുതലുണ്ട്. ഫയർ പിടിക്കാൻ ഒരു 3-4 മണിക്കൂർ എടുക്കും.
പിന്നെ ഇത് ക്രാക്ക് വീഴില്ല. അതായത് നമ്മുടെ സിമെൻറ്റിനാണെങ്കിൽ ഹൈഡ്രേഷൻ വഴിക്ക് ഹീറ്റ് പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ജിപ്സത്തിലില്ലാത്ത കാരണം അതിൽ ക്രാക്ക് വരാനുള്ള ഫോർമേഷൻ ഓഫ് ക്രാക്ക് വളരെ കുറവായിരിക്കും. പിന്നെ ഇതിൻ്റെ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യണ ക്യൂറിങ് വെച്ചിട്ടില്ല. നമ്മൾ സിമെൻറ്റൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിച്ച് ക്യൂർ ചെയ്തിട്ടാണെങ്കിൽ കൂടുതൽ ക്യൂറിങ് വരുമ്പോഴാണ് കൂടുതൽ സ്ട്രെങ്ത് തന്നെ. സിമെൻറ്റ് ഈ ജിപ്സം പ്ലാസ്റ്റർ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ക്യൂറിങ് എന്നുള്ള സംഭവം അതിനില്ല. വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ ചെയ്യുക. പിന്നെ അധികം സ്കിൽഡ് ലേബേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, ലേബർ തന്നെ കുറവായിരിക്കും. മറ്റൊരെന്ന് വെച്ചാൽ ഈ മിക്സ് ചെയ്യാനൊക്കെ ആൾ വേണം, ഇതിനെ മിക്സ് ചെയ്യാനൊന്നും അധികം ആൾ വേണ്ട, ജസ്റ്റ് ഇതിൽ മിക്സ് ചെയ്ത് അപ്പം തന്നെ അങ്ങ് കിട്ടാവുന്നേ ഉള്ളൂ. മറ്റേത് ഇൻഗ്രീഡിയൻസും കൂടുതലാണല്ലോ, അതായത് സാൻഡ് വേണം, സിമെൻറ്റ് വേണം, വെള്ളം വേണം. ഇതാകുമ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് ഫാസ്റ്ററായിട്ട് തന്നെ നമുക്ക് പ്രോഡക്റ്റ് ഫൈനൽ ഫിനിഷിങ് കിട്ടും. നമ്മുടെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, ടൈം ഓഫ് കൺസ്ട്രക്ഷൻ എല്ലാം കുറവായിരിക്കും. പിന്നെ ഇതിൽ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വെള്ളം ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കണം. അതിൽ 7 പാർട്ട് വെള്ളം എടുത്ത് വയ്ക്കുക, അതിലേക്ക് 10 പാർട്ട് ജിപ്സം ആഡ് ചെയ്യുക. വെള്ളത്തിലേക്ക് വേണം ആ ജിപ്സം ഇടാൻ. എന്നിട്ട് അത് ഇളക്കി അതിൻ്റെ ഒരു ഫൈനൽ കൺസിസ്റ്റൻസി നമുക്ക് കൈ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ആ കൺസിസ്റ്റൻസി വേണം അതെടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം ജിപ്സം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പ്രോസസ് എങ്ങനെയാണ്, POP എങ്ങനെ ഉണ്ടാവുന്നത്, ജിപ്സം പ്ലാസ്റ്റർ എങ്ങനെ ഉണ്ടാവണം എന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം. ടിൽ ദെൻ ഗുഡ് ബൈ. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് മൈ ചാനൽ. താങ്ക് യു വെരി മച്ച്.